ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല അടിപൊളി കുരുമുളകിട്ട് വറ്റിച്ച ചാളയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നല്ല ചൂട് കപ്പയും അതിൻ്റെ കൂടെ ഈ ഒരു കുരുമുളകിട്ട് വറ്റിച്ച ചാളക്കറിയും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ കപ്പ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും ഇത് സൂപ്പറാണ്. വേറൊരു പ്രത്യേകത, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന് നെയ്ച്ചാള കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നെയ്ച്ചാള ഇല്ലയെന്നുണ്ടെങ്കിൽ സാദാ ചാള ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോയോളം ചാള എടുത്തിട്ട് വൃത്തിയാക്കി അതിൻ്റെ മുട്ട, നമ്മൾ പനിഞ്ഞിലെന്ന് പറയും, അതും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളി, അല്ലെങ്കിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കിലോ ചാളയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കറക്റ്റ് അളവ് തന്നെയാണ്. പിന്നെ കളറിന് വേണ്ടി മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീനിലേക്ക് പുരട്ടി കുറച്ച് നേരം വെച്ചേക്കുന്നുണ്ടെങ്കിൽ വെള്ളം വളരെ കുറച്ച് അരച്ചെടുത്താൽ മതി. അതല്ല നമ്മൾ അപ്പം തന്നെ കറിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അടുപ്പ് റെഡിയാക്കുന്ന ആ ഒരു സമയം ഇതൊന്ന് മീനിലോട്ട് പുരട്ടി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ചാണ് അരച്ചെടുത്തിട്ടുള്ളത്. പുറത്താണ് നമ്മളിന്ന് അടുപ്പ് കൂട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം അത് ഗ്രേവി എല്ലാം നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വെള്ളം കൂട്ടി അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ പോയി അടുപ്പ് കൂട്ടിയിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മീൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിയാണ്. വാളൻ പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എത്ര വേണോ പുളി അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയിൽ ഇത് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊന്ന് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതി. അത്യാവശ്യം നല്ല ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് അതിൻ്റെ കൂടെ നിന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, തവിയൊന്നും വെച്ചിട്ട് ഇളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചാളയ്ക്ക് ഒരുപാട് സമയമൊന്നും കുക്കിംഗ് ടൈം ഇല്ല. അപ്പോൾ ചാള ഒന്ന് വെന്ത് കറി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകിയാൽ മാത്രം മതി, പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ചാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറിയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി അടുപ്പിൽ നിന്ന് ഇറക്കാം. അപ്പോൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു പ്രത്യേക മണമാണ് കറിക്ക്. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി ഓക്കെയാണ്. ഇനി നല്ല ചൂട് കപ്പയുടെ കൂടെ കഴിച്ചാൽ മാത്രം മതി. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.